നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇന്ന് ഒക്ടോബർ 1. പലരുടെയും ജീവിതത്തിൽ പുത്തൻ അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണിത്. ചതുർഗ്രഹി യോഗത്തിലൂടെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ചില രാശിക്കാരുണ്ട്. ഏതൊക്കെയാണ് ആ രാശിക്കാരെന്നും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടാവുക എന്നതുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ പല ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിൽ തന്നെ ചതുർഗ്രഹി യോഗം രൂപപ്പെടുവാൻ പോകുന്നു. ചൊവ്വ, ബുധൻ, ചന്ദ്രൻ, സൂര്യൻ എന്നീ 4 ഗ്രഹങ്ങൾ തുലാം രാശിയിൽ ഒത്തുചേരുമ്പോഴാണ് അത് ചതുർഗ്രഹി യോഗം രൂപീകരിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളുമാണ് സാധാരണയായി ചതുർഗ്രഹി യോഗത്തിൽ സംഭവിക്കുന്നത്. ഏതൊക്കെ രാശിയുടെ ജീവിതത്തിലാണ് നല്ല കാലങ്ങൾ കടന്നു വരിക എന്നതും അവരുടെ ജീവിതത്തിൽ ഇനി അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതുമൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ആദ്യത്തേത് കന്നിരാശിയാണ്. കന്നിരാശിക്ക് ചതുർഗ്രഹി യോഗം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുമെന്നതാണ്. പലപ്പോഴും കഠിനമായ പ്രതിസന്ധികൾ നിങ്ങൾ വളരെ നിസ്സാരമായി തന്നെ തരണം ചെയ്യുന്നതിനുള്ള അവസ്ഥയും ഉണ്ടാകും. ഈ സമയം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഒരു പ്രധാന സമയമാണ്. കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തിയുണ്ടാകും. കൂടാതെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോവുകയും എല്ലാ വെല്ലുവിളികളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാനും കഴിയും. ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകൾ അവസാനിക്കുന്ന സമയമാണ്. ജോലിയുടെ കാര്യത്തിൽ സമ്മർദ്ദം കുറയും. പണം നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. പല സാഹചര്യത്തിലും കടം വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടുള്ളതൊക്കെ ഈ സമയം നിങ്ങൾക്ക് തിരികെ നൽകുവാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാനിക്കും. ചിലവുകൾ ചുരുങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി വരുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് പലപ്പോഴും ചതുർഗ്രഹി യോഗം നൽകുന്ന മാറ്റങ്ങൾ നിസ്സാരമല്ല. ഇത് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതാക്കുകയും സമ്പാദ്യം ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ്. പലപ്പോഴും നവഗ്രഹ പൂജ നടത്തുന്നത് വഴി പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരമുണ്ടാകും. എങ്കിലും നിങ്ങൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. മറ്റുള്ളവർക്ക് അമിതമായി പണം കടം കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്ന ശീലവും നിങ്ങൾ മാറ്റി നിർത്തണം. സാമ്പത്തിക പ്രതിസന്ധികൾ നിന്ന് നിങ്ങൾക്ക് മുക്തിയുണ്ടാകും. അതുപോലെ തന്നെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അലട്ടുന്നവർക്ക് ഈ സമയം പരിഹാരം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ശമ്പളങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വേഗത്തിൽ തന്നെ വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന ധനങ്ങളും നിങ്ങളിലേക്ക് ഉണ്ടാകും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ തൃപ്തികരമായ പല അനുഭവങ്ങളും വന്നു ചേരും. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി മുന്നേറുവാൻ കഴിയുന്ന സമയം. സാമ്പത്തികമായി ലാഭം കടന്നു വരും. അമിതമായി അധ്വാനിക്കേണ്ട അവസ്ഥയിൽ നിന്നും മിതമായി അധ്വാനിക്കേണ്ട അവസ്ഥയിലേക്ക് ജീവിതം മാറും. അതുപോലെ തന്നെ ആരോഗ്യവും മെച്ചപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന സമയം. ഈശ്വരൻ്റെ അനുഗ്രഹവും ഈശ്വരൻ്റെ സംരക്ഷണവും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന കാലഘട്ടമാണ്.
നിങ്ങൾ ഈ സമയം ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിലൊക്കെ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ കഴിയും. നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്ന സമയം. ഈശ്വരന്റെ അനുഗ്രഹത്താൽ ഈ കാലയളവിൽ വിവാഹബന്ധങ്ങളൊക്കെ നോക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും സമ്പത്തിനും ഒക്കെ അനുസരിച്ചുള്ള നല്ല വ്യക്തിത്വത്തിനുടമകൾക്ക് നിങ്ങളുടെ വിവാഹം നിശ്ചയിക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പാരമ്പര്യമായി നിലനിൽക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകും. കലാസാഹിത്യം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുവാനിരിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കടന്നുവരും. ആരോഗ്യപരമായി വളരെ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകുന്ന ഒരു സമയം കൂടിയാണിത്. അടുത്തതായി വരുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് ചതുഗ്രഹി യോഗത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കടബാധ്യതകൾ അവസാനിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ധനങ്ങളൊക്കെ നിങ്ങളിലേക്ക് തിരികെ എത്തും. നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്ന സാഹചര്യമാണ്. സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതവും മെച്ചപ്പെടുന്നതാണ്. അതുപോലെ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചും മറ്റുള്ളവരെ കൂടുതൽ വിശ്വസ്തത കാണിക്കാതെയും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷമയോടെ എല്ലാ കാര്യവും ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. പലപ്പോഴും പലരിൽ നിന്നും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന പലരും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. അത് നിങ്ങൾ മുൻകൂട്ടി കണ്ട് നിങ്ങൾ ഓരോ കാര്യവും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ലാഭത്തിനും വേണ്ടി ചെയ്യുക. അല്ലാതെ കൂടെ നിൽക്കുന്നവരെ പരിഗണിച്ചും അവരുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പോകുവാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. കഠിനാധ്വാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ സമയം ഫലം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാകും. ജീവിതത്തിൽ ഇനി സ്വപ്നതുല്യമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. വിവാഹം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യങ്ങൾക്കുള്ള യോഗം ഈ സമയം നിലനിൽക്കുന്നുണ്ട്. കുടുംബസമേതം വിനോദയാത്രകളും തീർത്ഥാടന യാത്രകളും പോകുവാനുള്ള അവസരങ്ങളും കൈവന്നു ചേരും. വസ്ത്രലാഭം, ആഭരണലാഭം എന്നിവയൊക്കെ വളരെ കൂടുതലായി നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുന്ന കാലഘട്ടമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.